മനസാക്ഷിയുടെ കോടതിയിൽ നീതിന്യായ കോടതി ചിലപ്പോഴെങ്കിലും മുട്ടുമടക്കാറുണ്ട്. അപസർപ്പക കഥകളെപ്പോലും ഞെട്ടിപ്പിക്കുന്ന വിധത്തിൽ 90കളിൽ കേരളത്തിൻ്റെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ശങ്കരനാരായണൻ വീണ്ടും സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും ചാനലുകളിലും താരമായിട്ടുണ്ട്. 13 വയസ്സുള്ള തൻ്റെ മകളെ അയൽവാസിയായ മറ്റൊരു ചെറുപ്പക്കാരൻ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല്ലുകയുണ്ടായി. തൻ്റെ മകൾ മരിച്ചതറിഞ്ഞ് സമനില തെറ്റിയ ശങ്കരനാരായണൻ എന്തു ചെയ്യണമെന്നറിയാതെ ഉഴലുകയായിരുന്നു. തൻ്റെ 2 ആൺമക്കളുണ്ടായിരുന്നു. അവരിൽ അതോടൊപ്പം ഉണ്ടായിരുന്ന ഇളയ മകളായിരുന്നു ക്രൂരമായ ബലാത്സംഗത്തിനും പീഡനത്തിനും ഇരയായത്. കാമവെറിയനായ അയൽവാസി നിരവധി കേസുകളിലും മയക്കുമരുന്ന് ഉപയോഗത്തിലുമൊക്കെ പ്രതിയായിരുന്നു. 13 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി എന്താണ് കാമമെന്നും എന്താണ് ലൈംഗികതയെന്നും തിരിച്ചറിയാത്ത മാലാഖയെപ്പോലെ കിളികളെപ്പോലെ പറന്ന് ജീവിക്കേണ്ട പ്രായത്തിൽ തൻ്റെ ശരീരം പിച്ചി ചീന്തുന്നതറിയാതെ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇതിൽ അതീവ ദുഃഖിതനായ പിതാവ് പ്രതിക്ക് നല്ല ശിക്ഷ കിട്ടുമെന്ന് കരുതി. നിർഭാഗ്യവശാൽ കണ്ണില്ലാത്ത നമ്മുടെ നീതിപീഠം ചിലപ്പോഴൊക്കെ ഹൃദയശൂന്യവുമാകാറുണ്ട്. കോടതിയുടെ മുന്നിൽ തെളിവുകളാണ് പ്രധാനം. അനാലിസിസും വിശകലന രീതികളും തെളിവുകളും സാക്ഷികളുമൊക്കെയാണ് ജഡ്ജിക്ക് പ്രധാനം. ഭരണഘടന എന്തെല്ലാം പറഞ്ഞാലും ലക്ഷക്കണക്കിന് അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് പറയുന്ന ഭരണവ്യവസ്ഥ ഒരുപാട് അപരാധികൾ രക്ഷപ്പെടുമ്പോഴും നിർനിമേഷമായി നോക്കി നിൽക്കുന്നത് കാണാറുണ്ട്. ഇവിടെ നീതിപീഠം നീതിന്യായ കോടതി പ്രതിക്ക് ജാമ്യം അനുവദിച്ചപ്പോൾ ഒരു പിതാവിൻ്റെ മനസാക്ഷിയുടെ കോടതി ഉണർന്ന് പ്രവർത്തിച്ചു. പ്രതിയുമായി ചങ്ങാത്തത്തിലാകുന്നു, പ്രതിയുമായി മദ്യപിക്കുന്നു. അങ്ങനെ നാട്ടിലാകെ അതൊരു വലിയ വാർത്തയാകുന്നു. തൻ്റെ മകളെ പീഡിപ്പിച്ച് കൊന്ന ഒരു ആളിൻ്റെ പ്രതിയുടെ കൂട്ടുകാരനായി മരിച്ചുപോയ കുട്ടിയുടെ അച്ഛൻ പിതാവ് കമ്പനി അടിക്കുകയോ, അതൊക്കെ അസംഭവ്യമല്ലേ? പക്ഷേ ആ പിതാവിൻ്റെ മനസാക്ഷിയുടെ കോടതിയിൽ മറ്റൊരു നീതിശാസ്ത്രമുണ്ടായിരുന്നു, മറ്റൊരു തീരുമാനമുണ്ടായിരുന്നു, ഒരു ജഡ്ജിമെൻ്റ് ഉണ്ടായിരുന്നു. പ്രതിയെ കമ്പനി അടിച്ചതിന് ശേഷം ഒരു ദിവസം വെടിവെച്ച് കൊന്നു എന്നത് മാത്രമല്ല, താനാണ് വെടിവെച്ച് കൊന്നതെന്ന് ശങ്കരനാരായണൻ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും പോയി കീഴടങ്ങി. അദ്ദേഹം ഉള്ളുകൊണ്ട് ചിരിച്ചു. നമ്മൾ മുട്ടിന് ഭരണഘടനയെയും അംബേദ്കറെയും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ വായിൽ വലിയ ആവേശത്തിൽ സംസാരിക്കുമ്പോഴും തൻ്റെ 13 വയസ്സുകാരിയായ മകളെ പൂക്കളെ പിച്ചി ചീന്തുന്നത് പോലെ, പൂമ്പാറ്റയെ തച്ചുടയ്ക്കുന്നത് പോലെ പിച്ചി ചീന്തിയും ഇല്ലായ്മ ചെയ്തിട്ടും ഒരു കോടതിയും പ്രതിയെ ശിക്ഷിച്ചില്ലല്ലോ എന്ന് പറയുന്ന ആ അച്ഛൻ്റെ വിളി നമ്മുടെ നീതിന്യായ സംവിധാനത്തോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ശങ്കരനാരായണൻ കീഴടങ്ങിയപ്പോൾ അത് കേസായി. പക്ഷേ വീണ്ടും ഈ പ്രപഞ്ചത്തിൻ്റെ അദൃശ്യ ശക്തികൾ പ്രവർത്തിച്ചു. അതൊരു പക്ഷേ നീതിപീഠത്തിന് മുകളിൽ, നീതിന്യായത്തിന് മുകളിൽ, മനസ്സാക്ഷിയുടെ കോടതിക്ക് മുകളിൽ പ്രപഞ്ചത്തിൻ്റെ ഒരു കോടതി ഉണ്ടായിരിക്കാം. ആ പ്രപഞ്ച കോടതി അച്ഛനോടൊപ്പം നിന്നു, ശങ്കരനാരായണനോടൊപ്പം നിന്നു. ഈ പ്രകൃതിയുടെ നീതിന്യായ വ്യവസ്ഥ ശരി തെറ്റുകൾക്കപ്പുറം
നിയമം കയ്യിലെടുക്കാവോ? നിയമം എല്ലാവരും കയ്യിലെടുത്താൽ എന്തായിരിക്കും സംഭവിക്കുക? നിരപരാധികൾ ഉൾപ്പെടെ ചിലപ്പോൾ ശിക്ഷിക്കപ്പെടില്ലേ? അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടില്ലേ? കോടതിയിൽ പോയി തെറ്റ് ശരികൾ വേർതിരിച്ചറിഞ്ഞതിന് ശേഷം കോടതിയല്ലേ ശിക്ഷ വിധിക്കേണ്ടതെന്ന് പറയുന്ന ന്യായാന്യായങ്ങൾ പറയുമ്പോഴും തൻ്റെ മകളെ നഷ്ടപ്പെട്ട അച്ഛൻ്റെ വ്യഥ, ദുഃഖം മറ്റൊരാളിനും അങ്ങനെ മനസ്സിലാക്കാനാകില്ല. പ്രകൃതിയുടെ നിയമമായിരിക്കാം ഒരുപക്ഷെ ശങ്കരനാരായണനെ കോടതിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. കൃത്യമായ തെളിവുകളില്ലാതെ വന്നപ്പോൾ ശങ്കരനാരായണന് കോടതികളിൽ നിന്ന് ജാമ്യം ലഭിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. 90കളിൽ കേരളത്തെ പിടിച്ചു കുലുക്കിയ അന്ന് ഇതുപോലെ സോഷ്യൽ മീഡിയയും സാറ്റലൈറ്റ് ചാനലുകളും ഉള്ള അവസ്ഥയല്ല. എന്നിട്ടും പത്രമാധ്യമങ്ങളിലായിരുന്നു വാർത്തകൾ വന്നത്. അന്നത്തെ വലിയ ചർച്ചയായിരുന്ന സാമൂഹ്യ വിഷയമായിരുന്ന കേരളത്തിലാകെ അച്ഛൻ്റെ കൂടെ നിൽക്കുന്ന ഒരു കാഴ്ച വരുമ്പോഴും അദ്ദേഹം ചെയ്തതിൻ്റെ ന്യായാന്യായങ്ങൾ തലമുടി നാരിഴ കീറി ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ശരിതെറ്റുകൾക്കപ്പുറം കേരള സമൂഹവും ലോക സമൂഹവും ശങ്കരനാരായണൻ്റെ മനസ്സിനോടൊപ്പമായിരുന്നു, ആ മനസ്സാക്ഷിയോടൊപ്പമായിരുന്നു. എന്തായാലും ആ പിതാവ് മനസ്സാക്ഷിയുടെ കോടതിക്ക് മുന്നിൽ തൻ്റെ നിയമം നടപ്പിലാക്കി, തൻ്റെ നീതി നടപ്പിലാക്കി. തൻ്റെ മകളെ കൊന്ന കശ്മലനെ, കാപാലികനെ അതേ നാണയത്തിൽ വെടിവെച്ച് കൊന്നു. വളരെ കൗതുകവും രസകരവും ഹൃദയഭേദവുമായി ഒരു വാർത്തയാണത്. നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ചിലപ്പോഴെങ്കിലും പല്ലിളിക്കാറുണ്ട്, പ്രതികൾ രക്ഷപ്പെടാറുണ്ട്. എത്രയെത്ര പ്രതികളാണ് നിയമത്തിൻ്റെ പഴുതിലൂടെ, വക്കീലന്മാരുടെ പണത്തിൻ്റെ ഹുങ്കിലൂടെ, സ്വാധീനിക്കപ്പെടുന്ന ജഡ്ജിമാരിലൂടെ പുറത്തു വരുന്നത്. അവിടെ മനസാക്ഷിയുടെ കോടതിയിൽ നീതി നടപ്പിലാക്കിയ ശങ്കരനാരായണൻ വേറിട്ട് നിൽക്കുന്നു. അതിൻ്റെ ശരി തെറ്റുകൾ അവിടെ നിൽക്കട്ടെ, തൻ്റെ മകളോട് നീതി പുലർത്താൻ ആ പിതാവിന് കഴിഞ്ഞല്ലോ. പ്രകൃതി, ഈ പ്രപഞ്ചം ശങ്കരനാരായണനോടും നീതി പുലർത്തി. എല്ലാ നീതിപീഠങ്ങൾക്കും മുകളിലാണ്, എല്ലാ മനുഷ്യർക്കും മുകളിലാണ് പ്രപഞ്ചത്തിൻ്റെ, പ്രകൃതിയുടെ നിയമം, നീതിപീഠമെന്ന് നാം മനസ്സിലാക്കുക. അതൊരു വലിയ പാഠമായിരിക്കട്ടെ.